എന്താ മാഷെ? അവിടെ അവന്തിക. എവിടെ? അവന്തിക ഇപ്പൊ അങ്ങോട്ട് പോയി. പിന്നെ ഈ രാത്രിയിലോ? അത് അവന്തികൊന്നും ആയിരിക്കില്ല. മാഷിനെ വേറെ ആരെങ്കിലും കണ്ടപ്പോ തോന്നിയതായിരിക്കും. അല്ല, ഞാൻ കണ്ടതാ. അത് അവന്തിക തന്നെ. ആ, അവന്തിയെങ്കി അവന്തിക, അതിനെന്താ? അവക്കിവിടെ വന്നൂടെ? മാഷ് നടക്കും മാഷെ. ഇങ്ങോട്ട് വാ. അതെ, ഉടനെ തന്നെ മാഷിന്റെ കണ്ണട മാറ്റണം. അതിന്റെ പവറൊക്കെ കുറഞ്ഞു. വന്നേ ഇങ്ങോട്ട് വാ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഇനി ഇവിടെ നിന്ന് ശരിയാവില്ല. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. കാര്യം ഞാൻ ഏറ്റുപോയെങ്കിലും ശരിക്കും എനിക്കിപ്പോ പേടി തോന്നുന്നുണ്ട് മാഡം. നിത്യയുടെ ഭർത്താവ് മരിച്ചിട്ടിപ്പോ എത്ര വർഷമായി? എല്ലാം എനിക്കറിയാം. ഭർത്താവ് മരിച്ച ശേഷം മോളുമായിട്ട് ഇപ്പോഴും വാടക വീട്ടിലെ താമസം അല്ലേ? വാടകയും മോളുടെ ഫീസും വീട്ടു ചെലവും ഒക്കെ ആയിട്ട് ഇവിടുത്തെ ശമ്പളം തികയില്ലാന്ന് പരാതി പോലെ സുഷ്മയോട് പറഞ്ഞിരുന്നു അല്ലേ? 5 സെന്റ് സ്ഥലം, അതിലൊരു കൊച്ചു വീട്. ഇതല്ലേ നിത്യയുടെ ഏറ്റവും വലിയ ആഗ്രഹം. ഞാൻ ഏൽപ്പിച്ച ജോലി കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ 7 ദിവസത്തിനകം നിത്യക്ക് സ്വന്തമായിട്ടൊരു വീടുണ്ടാവും. അതാണ് ഈ ജോലിക്ക് നിത്യക്കുള്ള കൂലി. മോളോട് പറഞ്ഞേക്ക്, പുതിയ വീട്ടിലേക്ക് മാറുന്ന കാര്യവും ഈ അവന്തികാന്റിയുടെ അന്വേഷണവും. പോട്ടെ. മോളെ കരയല്ലേ? അമ്മ വേദന എടുക്കുന്ന അമ്മ. കരയാതെ മോളെ. മോനെ, ഇവക്ക് ചെറിയൊരു വേദന തുടങ്ങിയിട്ടുണ്ട്. മോൻ ചെന്ന് ഡോക്ടറോട് പെട്ടെന്ന് വരാൻ പറ. ചെല്ലും മോനെ. മോനെ, മോളെ കരയല്ലേ? കരയല്ലേ? മാഷെ, കരയാതെ കരയാതെ. സിസ്റ്റർ, വൈഫിന് പ്രഗ്നൻസി പെയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് അതുവരെ ഒന്ന് വരാവോ? പ്രഗ്നൻസി പെയിൻ ആണെന്ന് നിങ്ങളോട് ആര് പറഞ്ഞു? ഡോക്ടർ ഡ്യൂട്ടി റൂമിലുണ്ട്, ചെന്ന് പറയും. വേദന കൂടി വരുന്ന ചേച്ചി. ഡോക്ടർ ഇപ്പൊ വരും മോളെ. നീ ഒന്ന് സമാധാനായിട്ടിരിക്കേ. മോളെ, ഇപ്പൊ ഡോക്ടർ വരും. വിഷമിക്കാതെ. ഡോക്ടർ ഇപ്പൊ വരും. ശരി മാഡം. ഞാൻ ഏൽപ്പിച്ച ജോലി കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ 7 ദിവസത്തിനകം നിത്യക്ക് സ്വന്തമായിട്ടൊരു വീടുണ്ടാവും. മോളോട് പറഞ്ഞേക്ക്, പുതിയ വീട്ടിലേക്ക് മാറുന്ന കാര്യവും ഈ അവന്തികാന്റിയുടെ അന്വേഷണവും. മോളെ, അമ്മ, എനിക്കറിയില്ല. ഈശ്വര, നിങ്ങൾ എല്ലാരും ഒന്ന് മാറിക്കേ.
ഇങ്ങനെ കൂട്ടം കൂടി നിന്നാ തന്നെ പേഷ്യന്റ് ടെൻഷനാവും. സിസ്റ്റർ ഇവക്ക് നല്ല വേദന ഉണ്ടെന്നാ പറയുന്നത്. ആ പ്രസവിക്കാൻ നേരം അതൊക്കെ ഉണ്ടാവും. നിങ്ങളൊന്ന് പുറകിലേക്ക് മാറിന്നേ.